വിദേശ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% തീരുവ ചുമത്തി. വിദേശ നിർമ്മിത ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതിയാണ് ചുമത്തിയത്. യുഎസിലെ വ്യാവസായിക ശക്തിയുടെ പുനർജന്മമാകും പുതിയ തീരുവ പ്രഖ്യാപനമെന്ന് ട്രംപ് പറഞ്ഞു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വളരെ നിർണായകമായൊരു തീരുമാനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ വിദേശ രാജ്യങ്ങൾക്ക് പലർക്കും നല്ല രീതിയിലുള്ള തീരുവ ചുമത്തപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്കുമുണ്ട് അത്തരത്തിൽ തീരുവ ചുമത്തിയ പ്രഖ്യാപനം. എന്താണ് ട്രംപിൻ്റെ നിലപാടുകളിൽ പ്രധാനം? അതെങ്ങനെ ആകെ വിപണിയെ ബാധിക്കുന്നു? തീർച്ചയായും വീണ, ഏറെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഏറെ ഗൗരവമുള്ള ഒരു തീരുവ പ്രഖ്യാപനം തന്നെയാണ് അമേരിക്കയുടെ ചരിത്രത്തിലുണ്ടായതിനേക്കാൾ ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഏതാണ്ട് 100-ലേറെ രാജ്യങ്ങളെ ബാധിക്കുന്ന രീതിയിൽ 10% നികുതി അധിക താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ്. അതാണ് ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത്. കാരണം എല്ലാ രാഷ്ട്രങ്ങൾക്കും നികുതി ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഏപ്രിൽ 5 മുതൽ, അതായത് വരുന്ന 2 ദിവസത്തിനുള്ളിൽ, നാളെ മുതൽ അത് നടപ്പാകുമെന്നാണ് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നടപ്പാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ചില രാജ്യങ്ങൾക്ക് ഏപ്രിൽ 9 മുതൽ റെസിപ്രോക്കൽ, അതായത് നികുതി ചുമത്തുമെന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ തിരിച്ചും വലിയ തോതിൽ നികുതി ചുമത്താനുള്ള നീക്കം ചില രാജ്യങ്ങളുണ്ട്. അത്തരം രാജ്യങ്ങൾക്ക് ഏപ്രിൽ 9 മുതൽ 50% വരെ നികുതി അധിക താരിഫ് ചുമത്താനുള്ള ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. UK, അതായത് ബ്രിട്ടനെ ചുമത്തിയിരിക്കുന്നത് 10% അധിക താരിഫാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നത് 20% നികുതിയാണ്. 25% കാറുകൾക്കും കാർ ഉൽപ്പന്നങ്ങൾക്കും, കാറിന്റെ സ്പെയർ പാർട്സുകൾക്കും 25% നികുതി ചുമത്താനുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. ചൈനയ്ക്കും ഇത്തരത്തിൽ വലിയ തോതിൽ നികുതി 35%-ഓളം നികുതി ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ 26%-ഓളം നികുതി ഭാരതത്തിനും ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും ശക്തമായ താരിഫ് നടപ്പാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പല വിഷയങ്ങളും ഇതിന് പിന്നിലുള്ളതായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ, നമുക്കറിയാവുന്നതാണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നാടാണ് അമേരിക്ക. സ്വാഭാവികമായും അമേരിക്കയുടെ മറ്റൊരു മോചന ദിനമാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോചന ദിനം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിദേശ വസ്തുക്കളിൽ നിന്നുള്ള മോചനം, വിദേശ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ് അമേരിക്ക ഇപ്പോൾ നേടിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും അതീവ ഗൗരവമുള്ള ഒരു സാമ്പത്തിക നീക്കം തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. തുടർച്ചയായി ഇത്തരത്തിൽ നികുതി അധിക താരിഫ് ചുമത്തുമെന്ന മുന്നറിയിപ്പ് സമയങ്ങളിലായി, പല വേളകളിലായി വളരെ കൃത്യമായി ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ചർച്ചകൾ അമേരിക്കയുമായി നടന്നിരുന്നു. അമേരിക്ക കാനഡയുമായും മെക്സിക്കോയുമായും ഒക്കെ നടത്തിയിരുന്നു. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, മെക്സിക്കോയാണ് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കാറുകൾ കയറ്റുമതി ചെയ്യുന്നത് എന്നതാണ്. അത്തരത്തിൽ കാറുകൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് 25% കാറുകൾക്ക് മേൽ പ്രത്യേക നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ സാമ്പത്തിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയുടെ ഉൽപാദനം, അതായത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ട്രംപിന്റെ ഈ നിലപാടുകൾ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശരി ഐസൺ.